ഇതിനെയാണ് തിമിലപ്പൊതാന്ന് പറയാ. കൊട്ടി തളർന്ന വട്ടം ഇതുപോലെ വെയിലത്ത് വെച്ച് നമ്മൾ മൂപ്പാക്കും. അധിക നേരം വെയിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വളയിൽ കോട് വരും. അതുകൊണ്ട് ടോണായ അപ്പൊ തന്നെ എടുക്കുക. വയർപ്പായി നനഞ്ഞ ചിറ്റോണക്കാനും ഇങ്ങനെ വെക്കും. ജനിക്കുണ്ടെങ്കിൽ കാശുകാരന്റെ വീട്ടിലെ പട്ടിയായിട്ട് ജനിക്കണം. AC കാറ്, നീല ബനിയൻ, എന്തുട്ടാ അവന്റെ സെറ്റപ്പ്. ജീവിതം നായ നക്കിന്ന് കേട്ടില്ലേ? നക്കുണ്ടെങ്കിൽ തോലത്ത് വല്ല നായ നക്കണം. കൂടിൽ നിന്നാണ്ടാണ് ഈ ഒരു ഐറ്റത്തിനെ പറയാ. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് കമന്റ് ചെയ്തു. ഇന്നത്തെ പരിപാടിക്ക് നമുക്കൊരു പഴയ വീട്ടിലെ ഇരിപ്പ് കിട്ടിയത്. ഈ പഴയ ആൾക്കാരൊക്കെ കുള്ളന്മാരായിരുന്നു. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിക്ക് കിടക്കണമെങ്കിൽ കുമ്പിട്ട് വേണം കിടക്കാൻ. കൈ പൊന്നിച്ചിട്ടുണ്ടെങ്കിൽ ഫാനും തട്ടും. ആ ഫാനിൽ എന്തായാലും കെട്ടി തൂങ്ങി ചാവാൻ പറ്റില്ല. കാല് നിലത്ത് മുട്ട്. വിശന്നപ്പ കണ്ടോന്റെ പറമ്പിലെ പാളയം കുടമ്പഴ അടപ്പി. എന്റെ ചെറുപ്പത്തിൽ ധൂമിലത്തെ ബൈക്ക് ഇതിനെ പറയാറ്. ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ഇന്ന് നമ്മൾ എത്തിക്കുന്നത് പെരിഞ്ഞനം പള്ളിയിൽ അമ്പലത്തിക്കാണ്. അവിടെയാണ് സ്വന്തമായിട്ട് ഈ ചേട്ടൻ ഉണ്ടാക്കി ആനനെ വെച്ചേക്കുന്നത്. ബുക്കിംഗ് ആവശ്യമുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ കൊട്ട് കഴിഞ്ഞ് ഞാൻ അടുത്ത കൊട്ട് കാണാൻ പോയതാ. അപ്പണ്ട് നമ്മുടെ ഒപ്പം വന്നൊരു കൊട്ടുചേട്ടൻ ഭജനക്കാരൊപ്പം ഇരുന്ന് പാടുന്നു. സകലകല വല്ലവനാ. അവിടുന്ന് നമ്മുടെ കുറച്ച് പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. ഹായ് കാണിക്കേണ്ട താമസമുള്ളൂ. പിള്ളേരുകൾ പണി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അധികം പണി പഠിപ്പിക്കാൻ നമ്മുടെ കൊട്ട് നടക്കില്ല. അപ്പൊ ശരി.